അയാൾ വേറെ സ്ഥലത്ത് പറയുന്നുണ്ട്. ഇയാൾ ഇതൊക്കെ പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നിയായിരുന്നു മൂപ്പർക്ക് തന്നെ അഭിപ്രായമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും പോയ വഴിയിലാണുള്ളത്. അതുകൊണ്ട് ഇയാൾ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നിയായിരുന്നു, എന്റെ അഭിപ്രായം അതന്നെയാണ് അന്ന് കൽപ്പിച്ചു കൊടുക്കുന്നത്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ മൂപ്പര അഭിപ്രായക്കാരനാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നിയായിരുന്നു, വഹാബിയല്ല എന്ന അഭിപ്രായക്കാരനാണെങ്കിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോകാത്ത അമ്പിയാക്കളില്ലാത്ത സ്വർഗത്തിലേക്കാണോ മൗലവിമാരെ? ആ സ്വർഗത്തിന്റെ പേരാണ് നരകം കേട്ടോ, നിങ്ങൾ തിരിച്ചറിയണം. നബി തങ്ങൾ സുന്നിയായിരുന്നു, പക്ഷെ അത് നിലനിൽക്കൂല കേട്ടോ. വേറെ സ്ഥലത്ത് പറയുന്നുണ്ട് ഈ സുന്നി എന്നുള്ളത് കാന്തപുരം ഉണ്ടാക്കിയ മതമാണ്. അപ്പൊ കാന്തപുരം നബി തങ്ങളുള്ള ബന്ധങ്ങൾക്ക് മനസ്സിലാവും. അതും കൂടെ ഒന്ന് കൽപ്പിച്ചു കൊടുക്ക്. കാന്തപുരം ഉണ്ടാക്കിയ മതമാണ്. അല്ലാഹു ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ കരുണ സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. ഒരു മനുഷ്യനോടല്ല കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം APK സുന്നിയാകാതിരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒരാളാകുന്നില്ലെങ്കിൽ ഒന്ന് നിരീശ്വരവാദിയായാൽ പോലും സാധ്യത ഉണ്ട്. കാരണം പിന്നെ തൗഹീദ് സ്വീകരിച്ചോ വേറോട്ടും പോകില്ല. പക്ഷെ സുന്നിയാകാതിരിക്കുക. കാരണം നിരീശ്വരവാദിയായ കാഫറിന്റെ ശിക്ഷയുള്ളൂ, മുശ്രിക്കിന്റെ ശിക്ഷയല്ല. മുശ്രിക്കിന്റെയും കാഫറിന്റെയും കൂടെ ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. അപ്പൊ എന്തായി? നബി തങ്ങൾ സുന്നിയായിരുന്നു എന്ന് പറഞ്ഞാൽ പിന്നെ പറയുന്നത് നിരീശ്വരവാദി ആയാലും കുഴപ്പമില്ല, സുന്നിയാവാൻ പാടില്ല എന്നാണ്. ശിക്ഷ ഒരേ സമയം അനുഭവിക്കുക സുന്നിയായാൽ. ഈ രൂപത്തിലുള്ള വിഡ്ഢിത്തം പറയുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് മുജാഹിദ്. ഇൻഷാ അല്ലാഹ് ചോദ്യത്തിന്റെ ഇടയ്ക്ക് ഓരോ സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഹാബിയ അല്ലല്ലോ, അല്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സുന്നിയായിരുന്നു. ഞാൻ പ്രദേശത്ത് ഇനിയും മുജാഹിദ് സുഹൃത്തുക്കൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ചോദ്യത്തിന്റെ രൂപത്തിലുള്ള വ്യത്യസ്ത രൂപം നമുക്ക് ആസ്വദിക്കുന്നതിന് മുഴുവൻ മൗലവിമാരും പെട്ടെന്ന് കടന്നു വന്ന് ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് വീണ്ടും സ്നേഹപൂർവ്വം അറിയിക്കുന്നു.